പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസമായി വീഡിയോ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പേ, ഇപ്പോൾ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ടോപ്പ് ഫൈവിൽ എത്തി കപ്പടിക്കാൻ സാധ്യതയുള്ള ആരാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് ആരുടെ പേരിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. 3 ദിവസത്തെ എപ്പിസോഡുണ്ട്. അതായത് രാജേട്ടൻ്റെ ആദ്യത്തെ എപ്പിസോഡ്, രണ്ടാമത്തെ എപ്പിസോഡ്, ഇന്നത്തെ കാഷ്വലായിട്ടുള്ള എപ്പിസോഡ്. ലാലേട്ടൻ വരുന്ന ദിവസം അന്ന് തന്നെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ ശനിയും ഞായറുമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓഫ് കിട്ടുന്നത്. ആ ഓഫിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. വീട്ടിൽ വന്നിട്ട് രാത്രി ചെയ്യണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ കട്ടിൽ കാണുമ്പോൾ ഞാൻ അത് മറന്നു കിടന്നങ്ങ് ഉറങ്ങും. എൻ്റെ ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എനിക്കൊരു കംഫർട്ട് സ്പേസാണ്. ഞാൻ അങ്ങ് കിടന്ന് ഉറങ്ങും. അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം എവിക്ഷൻ നടന്നു. ബിന്നി പുറത്തുപോയി. നേരത്തെ ഞാൻ പറഞ്ഞില്ല, പല ചാനൽസിലും വന്നിട്ടുള്ളതായിരുന്നു ബിന്നി ഔട്ടായെന്ന്. അതുപോലെ അറിയാലോ, ഇപ്പം അപ്ഡേറ്റ്സ് എപ്പിസോഡിന് മുമ്പേ വിട്ട പലർക്കും എതിരെ കേസ് വരെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ വിട്ടില്ലെങ്കിൽ പണി കിട്ടും. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പം കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. എന്തായാലും ലാലേട്ടൻ്റെ എപ്പിസോഡ് കൂടുതലായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അത് 2 ദിവസം ആയല്ലോ. അപ്പോൾ ഇന്നലത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ക്യാപ്റ്റൻസി ടാസ്ക്കാണ് കൂടുതലായിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്തതെന്ന് പറയുന്നത്. അനുമോള് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആ സ്റ്റാർ മാജിക്കിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാണുമ്പോൾ. കാരണം ബിഗ് ബോസിൻ്റെ അടുത്തൊക്കെ പോയി ഇങ്ങനെ പറയുകയാണ്, ബിഗ് ബോസ് എന്നെ ഒന്ന് ക്യാപ്റ്റൻ ആക്ക്, പറ ബിഗ് ബോസ് പ്ലീസ്, ബിഗ് ബോസ് എന്തുവാ ഇത്? ഈ മറ്റേ ക്യൂട്ട്നെസ് മെഴുകിയ ബിഗ് ബോസ് അങ്ങ് ക്യാപ്റ്റൻസി പദവി അങ്ങ് തരുമെന്നാണ് പുള്ളിക്കാരിയുടെ വിചാരം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്? ക്യാപ്റ്റൻസി ടാസ്ക് ഓക്കെ, ആ കയർ ഇങ്ങനെ പിടിച്ച് അവിടെ അതുവഴി നടക്കണം. അനുമോള് പറയുന്ന സ്ഥലത്തോട്ട് അവർ രണ്ടുപേരും നടക്കണം. എന്നാൽ അവർ രണ്ടുപേരും പറയുന്ന സ്ഥലത്തോട്ട് അനുമോൾക്ക് പോകാൻ വയ്യ. അവിടെ ചെന്ന് നിന്നാൽ ഇറിറ്റേഷനും ബഹളവും. എന്താണ് നിവിനുമായിട്ട് അടി. ഒരു കാര്യമില്ല. അവിടെ നിവിൻ നോക്കിയപ്പോൾ നിവിൻ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നു. നിവിന് ഇറിറ്റേഷനിൽ വിടാതിരിക്കുക എന്നതാണ് ഒരു പ്ലെയർ എന്ന രീതിയിൽ അവിടെ ചെയ്യേണ്ടത്. ഇത് നിവിൻ ഒന്ന് പറയുമ്പോൾ അനുമോള് 10 പറയും. കാര്യം അനുമോൾക്കേ നഷ്ടപ്പെടാൻ അവിടെ ഉള്ളൂ. നിവിൻ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിഞ്ഞ് കയ്യിൽ നിന്ന് പിടിവിട്ടു പോയാൽ ആ ടാസ്ക് തീർന്നു. ടാസ്ക് പിന്നെ കളിക്കാൻ പറ്റത്തില്ല. കൈ അതിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ ഇനി എന്ത് കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്നും ബുദ്ധി ഉപയോഗിച്ച് കളിക്കുക. നിവിൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നീ ഒരു 2 മിനിറ്റ് അടങ്ങിയിരിക്കും, ഞാൻ തന്നെ ഇവിടെ നിന്ന് എണീറ്റ് പോവാ എന്ന് തറയിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്. അനുമോള് ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല. അതാ പറഞ്ഞത്, ആ അത്രയും, അതായത് നിവിന എന്തായാലും പിടിച്ചു നിർത്താനുള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അനുമോൾക്കില്ല. അനുമോൾക്കെന്നല്ല, പെട്ടെന്ന് താഴോട്ട് വീണ അവിടെ നിൽക്കുന്ന ആര്യനായാലും സാബുമാനായാലും ആർക്കും ആ ഒരു സ്ട്രെങ്ത് ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ എന്ത് ചെയ്യുക? ബുദ്ധിപൂർവ്വം കളിക്കുക. അപ്പോൾ ഓക്കെ, ഒരു 2 മിനിറ്റ് ടാസ്കിന് വേണ്ടി ക്യാപ്റ്റൻ ആവണം. ആദിലയും നൂറയും മാറി മാറി വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ ക്യാപ്റ്റൻസി ടാസ്ക്കാണ്, നീ അവിടെ മിണ്ടാതിരിക്കുക, നിനക്ക് വേണ്ടിയാണ്, കുറച്ച് നേരം അവിടെ മിണ്ടാതിരിക്കുക, ആര് കേൾക്കാൻ? വാശി എന്നൊക്കെ പറഞ്ഞ് അത് അവസാനം പണി കിട്ടിയല്ലോ. അവസാനം കൈ വിട്ട് പോവേണ്ടി വന്നു. അതുപോലെ ഈ പിടി വിടത്തില്ല എന്ന് മനസ്സിലായപ്പം ബിഗ് ബോസ് തന്നെ അടുത്ത ടാസ്ക് കൊടുത്തു, കൈ ഇങ്ങനെ പൊക്കി പിടിക്കണം. വെറും അൺഫെയർ ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് ക്യാപ്റ്റൻ എന്ന രീതിയിൽ ആദില. അതായത് ഒന്നാമത്തത് അനുമോളുടെ കാര്യം. അനുമോൾ പല തവണ പല സമയത്തിൽ പല തവണയായിട്ട് ഫൗൾ കാണിച്ചു. അത് ലക്ഷ്മി ചൂണ്ടിക്കാണിച്ച് അതൊരു ബഹളം ആയതുകൊണ്ട് മാത്രമാണ് ആദില അത് പറഞ്ഞത്. അതായത് കൈ ഇങ്ങനെ താത്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം നമുക്ക് ആ കയർ ഇങ്ങനെ വന്നിട്ട് അവസാനം സൈഡിലോട്ട് സ്ലാൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. എന്നിട്ടും ആദില അത് മനസ്സിലാക്കിയില്ലെന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള സാബുമാനും ആര്യനും നിന്ന സമയത്തും ഇതുപോലെ തന്നെയാണ്. എനിക്കൊരു ഫെയർ ആയിട്ട് തോന്നില്ല. കാരണം സാബുമാനും കൈ വളച്ച് തന്നെയാണ് വെച്ചത്. ആര്യൻ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വെച്ചത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കണ്ടിട്ട്. ഒരു കറക്റ്റായിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കണ്ടിട്ട്. അത് പിന്നെ അറിയാലോ, അവിടെ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതിയല്ലോ അടിയാവാനായിട്ട്. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. എനിക്ക് തോന്നുന്നു ആര്യനാണെന്ന് തോന്നുന്നുണ്ട് ഡിസേർവിങ് ക്യാപ്റ്റൻ ആവാൻ. കാരണം മീൻസ് ആ ടാസ്ക് നല്ലപോലെ ചെയ്തതും അവസാനം വരെ കൈ നൂത്ത് വെച്ചതും ആര്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ മറ്റേ ആര്യനെ ഫേവറേറ്റ് ആയിട്ട് കണ്ട് ഇങ്ങനെ തള്ളി മറിക്കുകയാണെന്ന് വിചാരിക്കല്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പല വീഡിയോസിലും പറയുന്നതാണ്, എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു പ്ലെയറാണ് ആര്യൻ എന്ന് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യും, കറക്റ്റായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ആര്യൻ കൈ കറക്റ്റ് സ്ട്രൈറ്റാണ് വെച്ചിരുന്നത്. പക്ഷേ ആ സാബുമാൻ പിന്നെയും വളവുണ്ടായിരുന്നു. പക്ഷേ അതാരും കണ്ടില്ല. ആര്യൻ എപ്പോഴും ഒരു പോയിന്റിൽ ഇങ്ങനെ വളച്ചപ്പോഴാണ് എല്ലാവരും കണ്ടതെന്നാണ് പറയുന്നത്. പക്ഷേ അത്രയും ദിവസം ആര്യൻ്റെ കൂടെ നിന്ന ലക്ഷ്മി എങ്ങനെ ഇത്രയും ട്രിഗേർഡായി
ആര്യനെ പിറകെ നടന്ന് ലൂസർ ലൂസർ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തെന്ന് എനിക്കറിയില്ല. കാരണം ആ രീതിയിൽ ആര്യനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ലക്ഷ്മി എന്ന് പറയുന്നത്. അതെന്തിനാണെന്ന് എനിക്ക് പിടി കിട്ടിയില്ല. കാരണം 2 ദിവസത്തെ ഈ 3 ദിവസത്തെ എപ്പിസോഡ് ഞാൻ ഒരുമിച്ചൊക്കെയാണ് കണ്ടത്. സോ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ കിട്ടുന്നില്ല. അതുപോലെ ആ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഹനീഷിൻ്റെ കാര്യം PR കാര്യം ഇപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്തായാലും എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ പറഞ്ഞത് 3 ദിവസം മുമ്പൊക്കെയാണ് കോൾ വന്നതെന്ന്. 12 ദിവസം മുമ്പെന്ന് ലാലേട്ടൻ എണ്ണി പറഞ്ഞു. പുള്ളിക്കാരൻ അത് വാ അടഞ്ഞു പോയി ശരിക്കും പറഞ്ഞാൽ അനീഷിൻ്റെയൊക്കെ. കാരണം അവിടെ 3 ദിവസം മുമ്പാണ് വന്നതെന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു തെളിവ് അവർ കാണിക്കും. കാരണം അവർ ചുമ്മാ വന്നതെന്ന് പറയില്ലല്ലോ 12 ദിവസം മുമ്പാണ് കോൾ വന്നതെന്നൊക്കെ. അതുപോലെ തന്നെ അനീഷ് ഒരു മീഡിയ പേഴ്സൺ ആണെന്ന് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. ശരിക്കും ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് അനീഷ് സാധാ ഒരു കോമണർ എന്നാണ്. അതായത് ഒരു റിയാലിറ്റി ഷോയിലും പങ്കെടുക്കാതെ ഒരു തരത്തിലും മീഡിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്ന ഒരാളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതായത് പല റീൽസും കണ്ടിട്ടുണ്ട്. അതായത് മറ്റേ മുകേഷിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, സെൽമി ദി ആൻസർ എന്നാണ് തോന്നുന്നു അതിൻ്റെ പേര്. അതിലൊക്കെ വന്നതായിട്ട് അതും ഒരു എന്താ കണ്ടസ്റ്റൻ്റ് പോലും അല്ല, അതൊരു പ്രേക്ഷകനായിട്ട് വന്നതാണ്. അതൊക്കെ പക്ഷേ ഏതൊക്കെയോ ചാനലിൽ ന്യൂസ് റീഡർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ശരിക്കും അറിയത്തില്ലായിരുന്നു. ഒരു കോമണർ എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു കോമണർ എന്ന രീതിയിൽ ഇത്ര എത്തിയല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അവിടെ സാധാരണക്കാരൻ എന്ന ഒരാളില്ല. അനീഷിൻ്റെയും ഈ ഒരു കാര്യം അറിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്തൊരു സാധാരണക്കാരനില്ല. എല്ലാവരും മീഡിയ ഫേസ് ഒരു തവണ അല്ലെങ്കിൽ 2 തവണ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ മുഖങ്ങൾ മീഡിയയിൽ കാണിച്ചിട്ടുള്ളവരാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ അനീഷിന് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റത്തില്ല അനീഷ് ഒരു സാധാരണക്കാരനാണെന്ന്. ശരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യുന്നത് വരെയും ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് അത് അനീഷ് വെറും ഒരു സാധാരണക്കാരൻ, ഒരു പ്യുവർ ബാക്ക്ഗ്രൗണ്ട്, അതായത് പ്യുവർ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു മീഡിയ സപ്പോർട്ടും ഇല്ലാതെ ബിഗ് ബോസിലോട്ട് വന്ന ഒരാളാണെന്നാണ് ഞാൻ കരുതി വെച്ചിരുന്നത്. പക്ഷേ മൈ മിസ്റ്റേക്ക്. ഞാൻ അത് കുറച്ചുകൂടെ നോക്കണമായിരുന്നു. അതായത് സാബു മോൻ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയത്. ശരിയാണ്, പല മീഡിയാസിലും പല കാര്യങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പം ഇനി ഒരിക്കലും അത് സാധാരണക്കാരനാണെന്ന് അവകാശപ്പെടാൻ പറ്റത്തില്ല. ലാലേട്ടനും അന്ന് ഇത് വന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഈ സാധാരണക്കാരനും സീരിയൽ ആക്ട്രസിൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയും ചെയ്തു. അതുപോലെ ഷാനവാസ് അവിടെ ശരിക്കും പറഞ്ഞാൽ എക്സ്പോസ്ഡ് ആയിരുന്നു. അതായത് നിങ്ങൾക്ക് ഓർമ്മ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അതായത് അനീഷിൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ നിന്ന് ആര് നിൽക്കണം എന്നാണ് താങ്കളുടെ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ഷാനവാസിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഷാനവാസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അനുമോളെന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലുള്ള കാര്യമാണ് വന്നത്. എന്നിട്ട് അവിടെ കിടന്ന് ഉരുളെന്ന് പറഞ്ഞാൽ എന്തുരുളലാണിത്, എൻ്റെ അമ്പു. അതായത് എന്തുമായിരുന്നു, ഞാൻ പറയുമെന്ന് അനീഷിനറിയാം, അനുമോൾക്കറിയാം, അവർക്കറിയാം, ഇവർക്കറിയാം, പക്ഷെ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിനുത്തരവില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് അങ്ങനെ ചോദിക്കരുത് ലാലേട്ട എന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഉരുളൽ തന്നെയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏതോ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഫേക്ക് ആയിട്ടൊക്കെ തോന്നുന്നു എന്ന് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് വീഡിയോ ആണെന്ന് കറക്റ്റ് ഓർക്കുന്നില്ല. അതുപോലെ തന്നെയാണ് അന്ന് നടന്ന സംഭവം. കാരണം ഒരു റിയലായിട്ടുള്ള ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ അത്രയ്ക്കും ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ഒരു ഫ്രണ്ടാണെങ്കിൽ ഒരിക്കലും ആ പേര് വിട്ടുപോകത്തില്ല. ഇങ്ങനെ എല്ലാവരെയും നോക്കിയിട്ടാണ് പറയുന്നത് അനുമോളെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് അനുമോളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നിരുന്നെങ്കിൽ, അതായത് പ്യുവറായിട്ടുള്ളൊരു റീസൺ ഉണ്ടെങ്കിൽ രണ്ടാമത് ചോദിച്ചപ്പോൾ അത് മാറ്റി പറഞ്ഞു. അയ്യോ അനുമോളല്ല അനീഷ് തന്നെയാണ്. അത് ചോദിച്ചു, ലാലേട്ടൻ എടുത്ത് ചോദിച്ചു. അതുകൊണ്ടാണ് അനീഷിൻ്റെ പേര് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അതൊരുമാതിരി പിടിച്ചു വാങ്ങിക്കുന്ന അംഗീകാരം പോലെയാണ് എനിക്ക് തോന്നിയത്. ശരിക്കും അവിടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഷാനവാസ് അതിൻ്റെ അകത്തൊരു കോംബോ വർക്കൗട്ട് ചെയ്യാനായിട്ട് ചെയ്തെടുത്തതുപോലെ. പക്ഷേ അനീഷ് അങ്ങനെ അല്ല കേട്ടോ. അനീഷ് ശരിക്കും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ട് കാണിക്കുന്നുണ്ട്, അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, ആ ഫ്രണ്ട്ഷിപ്പിനൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഷാനവാസ് അങ്ങനെയല്ല. സോ വാട്ടവർ, ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞില്ല 3 ദിവസത്തെ വീഡിയോ ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. ഞാൻ പറഞ്ഞില്ല 3 ദിവസത്തെ വീഡിയോ മിക്സ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. 3ഉം ഇൻഡിവിജ്വലായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ നടന്നില്ല, സമയം കിട്ടിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ്സ് ഓൾ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.